എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള മീൻ പീരയാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നത്തൽ മീനാണ്. നത്തോലി, കൊഴുവ എന്നൊക്കെ പറയുന്ന ആ ഒരു മീനാണ് എടുത്തിട്ടുള്ളത്. ഇതുണ്ടല്ലോ, ഇത് ഒട്ടും ഉടയാതെ ഒട്ടിപ്പിടിക്കാതെ മുള്ളൊന്നും അങ്ങനെ പുറത്തേക്ക് വരാതെ നല്ല ഇതേപോലെ കിട്ടും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഇപ്പം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ നത്തൽ മീൻ ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ പച്ചമുളക് ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. എരിവിനനുസരിച്ച് ഈ പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയും അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു 1/2 ഇഞ്ച് സൈസിൽ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് മുറിച്ച് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള മണമുള്ള കറിവേപ്പിലാണ്, നന്നായിട്ടുണ്ടാവും. അതൊന്ന് ഞെരടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അടുത്തത് വേണ്ടത് 1/2 കപ്പ് തേങ്ങ. സാധാരണ നമ്മൾ തേങ്ങ ഒന്ന് ഇടിച്ച് അല്ലെങ്കിൽ ചതച്ചിട്ടൊക്കെയല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 കപ്പ്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, അതും ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐറ്റം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അത് പുളിയാണ് കേട്ടോ. പുളി ചേർക്കുന്ന സമയത്ത് നമ്മൾ പീരയൊക്കെ വെക്കുമ്പോൾ പുളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ പച്ചമാങ്ങ ഇട്ട് കൊടുക്കും. പക്ഷെ നമ്മൾ ഇത് ഇടയ്ക്ക് ഇളക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള പുളിയുടെ എക്സ്ട്രാക്റ്റ് കിട്ടും, ജ്യൂസാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള 1.5 ടീസ്പൂൺ അളവിൽ. ഇത് തന്നെ വേണമെന്നില്ല, ഇതില്ലെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. പുളി നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് മിക്സ് ചെയ്യാത്തത് കൊണ്ട് ഇത് ചിലപ്പോൾ പുളി ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഇതേപോലെ ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഇതിന്. ഇനി നമുക്കിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് കുഴിയുള്ള ഏത് പാത്രമായാലും മതി. അതിലേക്ക് ഞാനൊരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയില വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ അടിയിൽ ഫ്രൈ ആകുന്ന പോലെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ അടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. വാഴയില നിർബന്ധമൊന്നുമില്ല. തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് എല്ലാ കൂട്ടും അതിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഒന്ന് അമർത്തി ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് വേവിച്ചെടുക്കാം. തീ ഒരുപാട് അങ്ങ് കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കണ്ട. ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും കൂടി ഇടയിൽ വെച്ചാൽ മതി. ഒരു 10 തൊട്ട് 15 മിനിറ്റിനുള്ളിൽ ഇത് ഒരു സൈഡ് ഫുള്ളും റെഡിയായി കിട്ടും. ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഇതേപോലെ മീനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതേപോലെ തിളച്ച് തുടങ്ങും. അപ്പം നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്യണം. മീൻ വേഗവും വേണം, അതേപോലെ ഈ വെള്ളം ഫുള്ള് വറ്റി കിട്ടുകയും വേണം. അതിനനുസരിച്ചിട്ട് തീ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് ഒരു സൈഡ് ഫുള്ളും നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. കരിഞ്ഞു പോകരുത്, അടി പിടിക്കാനും പാടില്ല. അതനുസരിച്ചിട്ട് വേണം തീ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇതേപോലെ ഇതിലുള്ള വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവട്ടെ. അതിനുശേഷം നമുക്കിത് മറിച്ചിടണം. മറിച്ചിടുന്നത് അതേ പാത്രത്തിൽ മറിച്ചിടുമ്പോൾ അതൊരു റിസ്ക് ആയിരിക്കും, ചിലപ്പോൾ അതെല്ലാം വിട്ടുപോകും. അതുകൊണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലും ഞാൻ ഇതേപോലെ ഒരു വാഴയില വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ തിരിച്ചിടാൻ പോകുന്നത്. അതേ പാത്രത്തിൽ തന്നെ തിരിച്ചിടാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ റിസ്ക് എടുക്കാം, നമുക്ക് ചിലപ്പോൾ അതെല്ലാം കൂടി വിട്ടുപോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ കണ്ടോ, അടി പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മറിച്ചിട്ടതിന് ശേഷം എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പച്ച വെളിച്ചെണ്ണയല്ലേ, അതങ്ങനെ വലിയ ഹെൽത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നമ്മളങ്ങനെ ഫ്രൈ ആക്കി കഴിക്കുന്നൊന്നല്ലല്ലോ. ലോ ഫ്ലെയിമിൽ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം അടിയിലുള്ള വാഴയില ഞാനിങ്ങനെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് നോക്കി അറിയാൻ പറ്റും. ഇത് ഒട്ടും ഉടയാതെ, ഒട്ടും അത് വന്ന് മുറിഞ്ഞിട്ടേ ഇല്ല. ഒരു മീനിൻ്റെ മുള്ള് പോലും പുറത്തേക്ക് വന്നിട്ടില്ല. അത്രയും നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പീര വെക്കുന്ന പോലെയല്ല സാധാരണ നമ്മൾ വീട്ടിൽ മിക്സിയിലൊക്കെ അരച്ച് വെക്കുന്ന പീര ഞാൻ വയ്ക്കാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പം തേങ്ങയുടെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ടൊക്കെയാണ് എടുക്കാറ്, ഒന്ന് ഇടിച്ചിട്ടൊക്കെയാണ് എടുക്കാറ്. അതേപോലെ അതിൽ ഞാൻ ഇഞ്ചിയും ചേർക്കാറില്ല. അപ്പം രണ്ടിനും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ ഇതാണ് കുറച്ചും കൂടി നന്നായിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഒത്തിരി ഇഷ്ടം. അവർക്ക് വേണമെങ്കിൽ മുള്ളൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കാനും പറ്റും. പേടിക്കാതെ കഴിക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുമാണ്.
തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസൊക്കെ മറക്കാണ്ട് പറയണം. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. ബൈ.